നമസ്കാരം. ലൈംഗിക പീഡന കേസിൽ 9ാം ദിവസവും രാഹുൽ മാങ്കുടത്തിൽ ഒളിവിൽ തുടരുകയാണ്. കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. രാഹുലിനെ പിടികൂടുവാൻ കോടതി പരിസരങ്ങളിൽ അടക്കം നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. കീഴടങ്ങും മുൻപ് രാഹുലിനെ പിടികൂടുവാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അവസാനമായി രാഹുലിന്റെ ലൊക്കേഷൻ ലഭിച്ചത് കർണാടക അതിർത്തിയിലെ സുള്ളിയിലാണ്. അതിനാൽ തന്നെ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന തുടരുകയാണ്. എന്നാൽ കീഴടങ്ങുവാനുള്ള നീക്കം രാഹുൽ ഉപേക്ഷിച്ചു എന്ന നിഗമനത്തിൽ SIT സംഘം എത്തിയതായും സൂചനകളുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ കേരള കർണാടക അതിർത്തിയിൽ എത്തിയെന്നാണ് വിവരം ലഭിച്ചത്. കീഴടങ്ങാനാണ് ഇവിടെ എത്തിയതെന്നാണ് ആദ്യം SITക്ക് ലഭിച്ച വിവരം. സുള്ളിയ കേന്ദ്രീകരിച്ചത് രാത്രിയിലും പോലീസ് പരിശോധന പിന്നീട് തുടരുകയായിരുന്നു. കുടകിലും രാഹുലിന് സഹായം ലഭിച്ചുവെന്നും വിവരമുണ്ട്. തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് രാഹുൽ. ഇന്ന് അഭിഭാഷകൻ മുഖേന രാഹുൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതിയിൽ SIT നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. കേസിൽ രാഹുലിന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെന്നി നൈനാനെയും കൂടി പ്രതി ചേർക്കും. അതിജീവിത പരാതിയിൽ ഫെന്നി നൈനാന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. രാഹുൽ മാങ്കുടത്തിൽ ഹോം സ്റ്റേയിൽ എത്തിച്ച് തന്നെ പീഡിപ്പിച്ചുവെന്നും അവിടേക്ക് കൊണ്ടുപോകാനായി വന്ന രാഹുലിനൊപ്പം സുഹൃത്തായ ഫെന്നി നൈനാൻ ഒപ്പമുണ്ടായിരുന്നുവെന്നും കാർ ഓടിച്ചത് ഈ ഫെന്നി നൈനാൻ ആണെന്നും അതിജീവിത പരാതിയിൽ പറയുന്നുണ്ട്. പ്രതി ചേർത്താൽ അടൂർ നഗരസഭയിലെ പോത്രാട് 8ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ ഫെന്നിക്ക് ഇത് തിരിച്ചടിയായി മാറും. കേസിൽ എത്രയും പെട്ടെന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുവാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. പരാതിക്കാരിയുടെ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ പരാതി ലഭിച്ച ഇമെയിൽ IDയിലേക്കാണ് പോലീസ് നോട്ടീസ് അയച്ചത്. മൊഴി നൽകാനാകുന്ന സമയവും സ്ഥലവും അറിയിക്കാമെന്നാണ് പോലീസ് അതിജീവിതയ്ക്ക് അയച്ച നോട്ടീസിൽ പറയുന്നത്. KPCC പ്രസിഡന്റിനോട് അതിജീവിത അയച്ച പരാതി വന്ന അതേ മെയിലിൽ IDയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. യുവതി സന്നദ്ധത അറിയിച്ചാൽ ഉടൻ തന്നെ മൊഴി രേഖപ്പെടുത്തും. പരാതിയിൽ പറയുന്ന ഹോം സ്റ്റേ കണ്ടെത്തുവാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. മുതിർന്ന അഭിഭാഷകൻ S. രാജീവ് രാഹുലിനു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകും. 2 യുവതികളുടെ പരാതികളും ഡിജിറ്റൽ തെളിവുകളുടെ ബലത്തിൽ കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ സ്ഥാപിച്ചെടുത്തതും രാഹുൽ മാങ്കുടത്തിലെ രാഷ്ട്രീയ ഭാവിക്കും നിയമപരമായ നിലനിൽപ്പിനും കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിനു ശേഷമുള്ള തിരിച്ചുവരവിനായി ആഴ്ചകളോളം നടത്തിയ പാലക്കാട് ഷോയും രാഹുൽ മാങ്കുടത്തിൽ MLAയുടെ പെട്ടെന്നുള്ള പതനത്തിന് വഴിയൊരുക്കി. BJPയും CPMഉം ഉയർത്തിയ പ്രതിഷേധങ്ങൾക്ക് പുറമെ പരസ്യമായി അല്ലെങ്കിലും കോൺഗ്രസിലെ ചില വിഭാഗങ്ങളിൽ നിന്നടക്കം രാഹുലിന്റെ ഇടപെടലുകളിൽ അമർഷമുയർന്നിരുന്നു. നടിയും അവതാരകയുമായ യുവതിയുടെ ആരോപണമുയർന്നതിനു ശേഷം 38 ദിവസം പാലക്കാട് നിന്ന് മാറി നിന്ന രാഹുലിന്റെ തിരിച്ചുവരവ് നാടകീയമായിരുന്നു. BJPയുടെയും CPMന്റെയും പ്രതിഷേധങ്ങൾ അവഗണിച്ചായിരുന്നു ആ വരവ്. ഇതിനു മുന്നോടിയായി പാലക്കാട്ടെ രാഹുൽ അനുകൂലികളിൽ ചില ക്ഷണിക്കുവാനായി പത്തനംതിട്ടയിൽ എത്തുകയും ചെയ്തു. സെപ്റ്റംബർ 24 പുലർച്ചെയോടെയാണ് രാഹുൽ മാങ്കുടത്തിൽ വീണ്ടും പാലക്കാട്ടേക്ക് എത്തിയത്. പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ സ്വകാര്യ സന്ദർശനം എന്ന പേരിലുള്ള വരവിൽ തന്നെ തെരുവിലെ പ്രതിഷേധം ഭയന്ന വാഹനത്തിലെ MLA ബോർഡ് മറച്ചായിരുന്നു യാത്ര. പ്രതിഷേധക്കാർ പോയതിനു ശേഷം MLA ഓഫീസിലുമെത്തി. താൻ ഒളിച്ചോടിയിട്ടില്ലെന്നും പാലക്കാട്ടെ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചെത്തിയ രാഹുൽ പിന്നീടുള്ള ദിവസങ്ങളിലും നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരിച്ചുപിടിക്കുവാനുള്ള കരുനീക്കങ്ങളിലായിരുന്നു. കൽപ്പാത്തി തേരിലും മണ്ഡലത്തിലെ ഉദ്ഘാടന പരിപാടികളിലും പങ്കെടുത്തു. പിരിയായിരിയിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ രാഹുലിനെ തടയുവാൻ ശ്രമിച്ച DYFI പ്രവർത്തകരെ അനുയായികൾ കായികമായി നേരിടുവാൻ രംഗത്തിറങ്ങിയതും ഇതിനിടെ വാർത്തയായി മാറി. സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുവാനുള്ള രാഹുലിന്റെ നീക്കങ്ങൾ പാർട്ടിയിലെ ചില വിഭാഗങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയും നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിനു വേണ്ടി ശക്തമായ ചരട് വലിക്കുവാനും രംഗത്തെത്തി. പാർട്ടി സ്ഥാനങ്ങൾക്ക് വേണ്ടി പലയിടത്തും പരസ്യമായ പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്തു. ഇതിനിടെയാണ് അതിജീവിതകളിൽ ഒരാൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതും രാഹുൽ ഒളിവിൽ പോകുന്നതും.